രാജ്യത്തെ മുൻനിര കായിക താരങ്ങൾ അണിനിരന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കപ്പിന്റെ ആദ്യ ദിനം തന്നെ റാഞ്ചിയിലെ ബിർസ മുണ്ട സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് അത്യന്തം ആവേശകരമായ പോരാട്ടങ്ങൾക്കും റെക്കോർഡ് വേട്ടകൾക്കുമാണ്. പരിക്കിന്റെയും ഫോമില്ലായ്മയുടെയും ഇടവേളകൾക്ക് ശേഷം ട്രാക്കിലേക്കും ഫീൽഡിലേക്കും ശക്തമായി തിരിച്ചുവരവ് നടത്തിയ അത്ലറ്റുകളാണ് ആദ്യ ദിനം കളം നിറഞ്ഞത്. കേരളത്തിന്റെ അഭിമാന താരം ആൻസി സോജൻ വനിതകളുടെ ലോങ് ജമ്പിൽ മീറ്റ് റെക്കോർഡോടെ സ്വർണ്ണമണിഞ്ഞപ്പോൾ പുരുഷന്മാരുടെ 100 മീറ്റർ സ്പ്രിന്റിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ 2 തവണയാണ് ദേശീയ റെക്കോർഡ് തിരുത്തി കുറിക്കപ്പെട്ടത്. കോമൺവെൽത്ത് ഗെയിംസ് യോഗ്യത ലക്ഷ്യമിട്ട് രാജ്യത്തെ മികച്ച താരങ്ങൾ അണിനിരന്നതോടെ ട്രാക്കിലും ഫീൽഡിലും കടുത്ത മത്സരമാണ് അരങ്ങേറുന്നത്. വനിതകളുടെ ലോങ് ജംപ് പിറ്റിൽ ഇത്തവണയും പതിവ് പോലെ കടുത്ത പോരാട്ടമാണ് പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ കൈവിട്ടുപോയ സ്വർണ്ണ കിരീടം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാവികസേനയ്ക്ക് വേണ്ടി ഇക്കുറി മലയാളി താരം ആൻസി സോജൻ റാഞ്ചിയിൽ ബൂട്ടിട്ടത്. ആൻസിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നിനാണ് ബിർസ മുണ്ട സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. തന്റെ സ്ഥിരം എതിരാളിയും ഉത്തർപ്രദേശിന്റെ കരുത്തുറ്റ താരവുമായ ശൈലി സിംഗിനെ കടുത്ത പോരാട്ടത്തിൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ആൻസി സ്വർണ്ണമണിഞ്ഞത്. 6.75 മീറ്റർ ദൂരം ചാടിയാണ് ആൻസി ഒന്നാമതെത്തിയത്. ആൻസിയുടെ കരിയറിലെ ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനം കൂടിയാണിത്. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ 6.46 മീറ്റർ മാത്രം ചാടി വെള്ളി മെഡൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ആൻസിയുടെ കടുത്ത പ്രതികാരമായി മാറി ഈ പ്രകടനം. 2024 ബംഗളൂരുവിൽ ആൻസി തന്നെ കുറിച്ച 6.71 മീറ്ററിന്റെ റെക്കോർഡാണ് റാഞ്ചിയിൽ തിരുത്തപ്പെട്ടത്. ഇതോടൊപ്പം കഴിഞ്ഞ വർഷം ശൈലി സിംഗ് സ്ഥാപിച്ച 6.64 മീറ്റർ എന്ന മീറ്റ് റെക്കോർഡും ആൻസി തന്റെ പേപ്പറിലേക്ക് മാറ്റി എഴുതി. മത്സരത്തിൽ ശൈലി സിംഗ് 6.58 മീറ്റർ ദൂരത്തോടെ വെള്ളി മെഡൽ നേടിയപ്പോൾ 6.39 മീറ്റർ ചാടിയ ഭവാനി യാദവ് വെങ്കല മെഡൽ കരസ്ഥമാക്കി. എന്നാൽ ഈ മിന്നും പ്രകടനങ്ങൾക്കിടയിലും വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് യോഗ്യതാ മാനദണ്ഡമായ 6.84 മീറ്റർ എന്ന കനത്ത ലക്ഷ്യം മറികടക്കാൻ ആൻസിക്ക് സാധിച്ചില്ല എന്നത് ചെറിയൊരു നിരാശയായി അവശേഷിക്കുന്നു. തൃശൂർ നാട്ടിക സ്വദേശിയായ ആൻസി സോജൻ എടപ്പള്ളി വീട്ടിൽ സോജന്റെയും ജാൻസിയുടെയും മകളാണ്. പ്രശസ്ത പരിശീലകൻ അനൂപ് ജോസഫിന്റെ കീഴിലാണ് ആൻസി പരിശീലനം നടത്തുന്നത്. 2022 ഏഷ്യൻ ഗെയിംസിലും 2024 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും വെള്ളി മെഡൽ നേടി ഇതിനകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ താരമാണ് ആൻസി. ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിന്റെ 1ാം ദിനം പുരുഷന്മാരുടെ 100 മീറ്റർ സെമി ഫൈനൽ ഹീറ്റ്സുകളിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ 2 തവണയാണ് ദേശീയ റെക്കോർഡ് തകർന്നടിഞ്ഞത്. ഒഡീഷയുടെ മിന്നൽ താരം അനിമേഷ് കുജൂറിന്റെ പേരിലുണ്ടായിരുന്ന 10.18 സെക്കൻഡിന്റെ റെക്കോർഡ് ആദ്യം തിരുത്തിയത് 1ാം സെമി ഫൈനൽ ഹീറ്റ്സിൽ റിലയൻസിന് വേണ്ടി ട്രാക്കിലിറങ്ങിയ 25-കാരനായ ഗുരിന്ദർ വീർ സിംഗ് ആയിരുന്നു. 10.17 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തുകൊണ്ട് ഗുരിന്ദർ വീർ ഇന്ത്യയുടെ പുതിയ വേഗത രാജാവായി വാഴ്ത്തപ്പെടുമെന്ന് തോന്നിച്ചെങ്കിലും ആ നേട്ടത്തിന് മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത സെമി ഫൈനൽ ഹീറ്റ്സിൽ ഒറ്റൊരു കുതിപ്പിലൂടെ അമ്പരപ്പിക്കുന്ന മറുപടി നൽകിയ 22-കാരനായ അനിമേഷ് കുജൂർ 10.15 സെക്കൻഡിൽ ഫിനിഷ് ലൈൻ തൊട്ട് റെക്കോർഡ് തിരിച്ചു പിടിക്കുകയും ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ അത്ലറ്റ് എന്ന പദവി വീണ്ടെടുക്കുകയും ചെയ്തു. ദേശീയ റെക്കോർഡ് തിരിച്ചു പിടിച്ചതിനു പുറമെ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസ് യോഗ്യതയ്ക്കായി നിശ്ചയിച്ചിരുന്ന 10.16 സെക്കൻഡ് എന്ന കടുത്ത സമയപരിധിയും അനിമേഷ് മറികടന്നു. വരാനിരിക്കുന്ന ഫൈനലിൽ അനിമേഷും ഗുരിന്ദർ വീറും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം അത്ലറ്റിക്സ് ലോകത്ത് വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പരിശീലകൻ ജെയിംസ് ഹില്ലിയറുടെ കീഴിലാണ് ഈ 2 താരങ്ങളും പരിശീലിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വനിതകളുടെ ഡിസ്ക് ത്രോയിൽ മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ നായകന്മാരുടെ മകളായ മലയാളി താരം കൃഷ്ണ ജയശങ്കർ വെങ്കല മെഡൽ കരസ്ഥമാക്കി ട്രാക്കിന് പുറത്തും കേരളത്തിന്റെ സാന്നിധ്യം അറിയിച്ചു. റിലയൻസിന് വേണ്ടി മത്സരരംഗത്തിറങ്ങിയ കൃഷ്ണ ഇന്ത്യൻ ക്യാപ്റ്റനും ദേശീയ സെലക്ടറുമായിരുന്ന പ്രസന്ന ജയശങ്കറിന്റെയും മകളാണ്. ഡിസ്ക് ത്രോയ്ക്ക് പുറമെ ഷോട്ട്പുട്ടിലും കൃഷ്ണയ്ക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മത്സരമുണ്ട്. ഈ ഇനത്തിൽ പരിചയസമ്പന്നയായ JSW താരം സീമ കലാരാംന 57.29 മീറ്റർ എറിഞ്ഞ് സ്വർണം നേടി. സ്വർണ്ണ നേട്ടത്തിനോടൊപ്പം കോമൺവെൽത്ത് ഗെയിംസ് യോഗ്യതാ മാർക്കായ 56.85 മീറ്ററും സീമ മറികടന്നു. നിധി റാണി ഈ ഇനത്തിൽ വെള്ളി മെഡൽ നേടി. ഫെഡറേഷൻ കപ്പിന്റെ ആദ്യ ദിനത്തിൽ നടന്ന മറ്റ് ഫൈനലുകളിലും അത്ലറ്റുകൾ മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഉത്തരാഖണ്ഡിന്റെ ദീപക് ഭട്ട് സ്വർണം നേടിയപ്പോൾ കർണാടകയുടെ ശൈലേഷ് കുഷാഹ വെള്ളിയും ഉത്തർപ്രദേശിന്റെ പ്രശാന്ത് ചൗധരി വെങ്കലവും സ്വന്തമാക്കി. വനിതകളുടെ 10,000 മീറ്ററിൽ മഹാരാഷ്ട്രയുടെ രവീണ ഗായക്വാഡ്
സ്വർണം കരസ്ഥമാക്കിയപ്പോൾ ഉത്തരാഖണ്ഡിന്റെ സോണിയ വെള്ളിയും മഹാരാഷ്ട്രയുടെ ആരതി പവാര വെങ്കലവും നേടി. പുരുഷന്മാരുടെ ഹാമർ ത്രോയിൽ 68.52 മീറ്റർ ദൂരമെറിഞ്ഞ് സർവീസസിന്റെ ആശിഷ് ജാഗർ സ്വർണം അണിഞ്ഞപ്പോൾ റിലയൻസിന്റെ ദംനീത് സിംഗ് വെള്ളിയും ഹരിയാനയുടെ അജയ് കുമാർ വെങ്കലവും പങ്കിട്ടു. പുരുഷന്മാരുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ഹരിയാനയുടെ ബാൽകിഷൻ ഒന്നാമതെത്തിയപ്പോൾ ഉത്തർപ്രദേശിന്റെ ഷാരൂഖ് ഖാൻ വെള്ളിയും ഗുജറാത്തിന്റെ സുനിൽ ജിനാബായ് വെങ്കലവും നേടി. ആദ്യ ദിനത്തിൽ ട്രാക്കിലെ മറ്റൊരു അത്ഭുതമായി മാറിയത് ഡെക്കാത്ലണിൽ മത്സരിക്കുന്ന തേജ്സ്വിൻ ശങ്കറാണ്. ഹൈജമ്പിലും ഡെക്കാത്ലണിലും ഒരേ സമയം തിളങ്ങുന്ന താരം ആദ്യ ദിനത്തിലെ 5 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 4511 പോയിന്റുകളോടെ വലിയ ലീഡാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 100 മീറ്റർ ഡാഷിലും ലോങ് ജമ്പിലും വ്യക്തിഗത മികച്ച പ്രകടനം കുറിച്ച താരം ഹൈജമ്പിൽ 2.25 മീറ്റർ എളുപ്പത്തിൽ ചാടിക്കടന്ന് കാണികളെ വിസ്മയിപ്പിച്ചു. വരാനിരിക്കുന്ന ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 2 വരെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കാനിരിക്കുന്ന 2026 കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഏക ഔദ്യോഗിക സെലക്ഷൻ ട്രയൽസ് ആണ് റാഞ്ചിയിൽ നടക്കുന്നത്. ഇത്തവണ ഇന്ത്യയിൽ നിന്നും കേവലം 32 ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റുകൾ മാത്രമേ ഗെയിംസിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളൂ. ഇതുമൂലം അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതീവ കടുത്ത യോഗ്യതാ മാനദണ്ഡങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പല ഇനങ്ങളിലും നിലവിലെ ദേശീയ റെക്കോർഡുകളേക്കാൾ മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ അത്ലറ്റുകൾക്ക് ഗ്ലാസ്ഗോയിലേക്ക് ടിക്കറ്റ് ലഭിക്കൂ. ആദ്യ ദിനം പിന്നിടുമ്പോൾ അനിമേഷ് കുജൂറും സീമയും മാത്രമാണ് ഈ മാനദണ്ഡം നേരിട്ട് മറികടന്നത്. പരിക്ക് മൂലം സൂപ്പർ താരം നീരജ് ചോപ്ര, അവിനാഷ് സാബ്ലെ തുടങ്ങിയ പ്രമുഖർ ഈ മീറ്റിൽ പങ്കെടുക്കുന്നില്ല. അടുത്ത 3 ദിവസങ്ങളിലും റാഞ്ചിയിലെ ട്രാക്കുകളിൽ കനത്ത പോരാട്ടങ്ങൾ തുടരുമെന്നുറപ്പാണ്. റാഞ്ചിയിലെ കായിക പ്രേമികളുടെ കണ്ണുകൾ ഇപ്പോൾ ബിർസ മുണ്ട സ്റ്റേഡിയത്തിലെ ഓരോ കുതിപ്പുകളിലേക്കുമാണ്.